Hello everyone, welcome back to EduFix Academy. അപ്പോൾ നമ്മൾ ഇന്ന് MMPC013 ബിസിനസ് ലോയിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 9 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇൻസോൾവൻസി, അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇൻസോൾവൻസി ബാങ്ക്രപ്സി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഡെപ്റ്റ് ഉണ്ട്, ആ ഒരു ഡെപ്റ്റ് നമുക്ക് പേ ചെയ്യാൻ നമ്മൾ അണേബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ, അപ്പോഴാണ് നമ്മൾ പാപ്പരാവുക എന്നൊക്കെ പറയുക. അപ്പൊ നമുക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടാവും, നമ്മളെ കൊണ്ട് വീട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാലോ. അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസോൾവൻസി, അല്ലെങ്കിൽ അത്തരം പേഴ്സൺസിനെയാണ് ഇൻസോൾവെന്റ് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം. ഇവിടെ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഇൻസോൾവൻസി ഈസ് വെൻ എ ഡെപ്റ്റർ ഈസ് ജനറലി അണേബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ് as they mature or when its liabilities exceed the value of its assets. അതായത് നമ്മളുടെ അസറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലാബിലിറ്റീസ്, ബാധ്യതകൾ അല്ലെ, ഒബ്ലിഗേഷൻസ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഡെപ്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പേ ചെയ്യാൻ നമ്മൾ അണേബിൾ ആവുക. അപ്പൊ അണേബിൾ ടു പേ ഡെപ്റ്റ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ കുറവുള്ളത് കൊണ്ടല്ലേ. അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയാം. അതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സർ റോയ് ഗുഡിന്റെ ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു കമ്പനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. എ കമ്പനി ഈസ് ഇൻസോൾവെന്റ് വെൻ ഇറ്റ് ഈസ് അണേബിൾ ടു പേ ഇറ്റ്സ് ഡെബ്റ്റ്സ്. ദ കൺസെപ്റ്റ് ഓഫ് സിമ്പിൾ എനഫ്, ബട്ട് as we shall see, there is more than one test of inability to pay debts, and in marginal cases it may be far from easy to determine whether the test is satisfied as at the relevant time. നെക്സ്റ്റ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഹാവിംഗ് ഇനഫ് മണി ടു പേ ഡെപ്റ്റ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര അല്ലെ. നമുക്ക് ക്രെഡിറ്റേഴ്സിന്റെ കടം, ഡെപ്റ്റ്സ് ഒന്നും നമുക്ക് വീട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതാണ് സിംപ്ലി, കൂടുതലായിട്ട് അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാല്. അതായത് അണേബിൾ ടു പേ ഡെപ്റ്റ്, അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസോൾവെന്റ് ആണ് അല്ലെങ്കിൽ ഇൻസോൾവൻസി എന്നൊക്കെ നമ്മൾ പറയാം. ദെൻ ഫിനാൻഷ്യൽ ഫെയിലിയർ, അതുപോലെ ഫെയിലിയർ ഉണ്ടാവും. Corporate Insolvency Legislative Framework in India prior to 2016. 2016 മുന്നേ ഒരുപാട് ലീഗൽ ഫ്രെയിംവർക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് കമ്പനീസിന്റെ ഇൻസോൾവൻസി റിലേറ്റ് ഒക്കെ ചെയ്തിട്ട്. അതില് the complex web of laws which till recent past governed corporate bankruptcy and insolvency included. First എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീസ് ആക്ട് ആണ് 2013. So this act contains provisions on collective insolvency resolution by way of restructuring, rehabilitation or reorganization of entities registered under the act. Adjudication authority is National Company Law Tribunal. ഇവിടെ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇവിടെ വിധി നിർണ്ണയിക്കുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ NCLT ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് മെയിൻ ആയിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് ഫോർ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദി രജിസ്റ്റേർഡ് എൻറ്റിറ്റി ഇൻ ചാപ്റ്റർ XIX ആൻഡ് ലിക്വിഡേഷൻ ഇൻ ചാപ്റ്റർ XX. അപ്പം ഇത്തരം എന്താ പറയാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽസ് ആണ് ഈ കമ്പനീസ് ആക്ട് 2013 എന്ത് ഇൻസോൾവൻസി ഉണ്ടായി കഴിഞ്ഞാലും അതുമായിട്ടുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ കമ്മിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇൻഡിവിജ്വൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഒന്നല്ല. അന്നേരം എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്, അന്നേരം DRT ഒക്കെയാണ് വരിക. DRT പറഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ആണ് വരിക. കമ്പനീസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫേംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മുടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞു. ദെൻ കമ്പനീസ് ആക്ട് 1956 ആണ്. അപ്പൊ ഈ ദിസ് ലെജിസ്ലേഷൻ ഡീൽസ് വിത്ത് winding up of the companies. There is, however, no separate provisions for restructuring except through mergers and acquisitions and voluntary compromise. Then ഇവിടുത്തെ adjudicating authority എന്ന് പറയുന്ന ആരാണ്? ഹൈക്കോർട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് സിക്ക ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985 വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സിക്ക എന്ന് പറയുന്നത്.
നമ്മുടെ സിക്ക് ഇൻഡസ്ട്രീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഒന്നും റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെ ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിക്ക് ഇൻഡസ്ട്രീസിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു കമ്പനീസ് ആക്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ആക്ട് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത് റീസ്ട്രക്ചറിംഗ് ഓഫ് ദി ഡിസ്ട്രസ്ഡ് ഇൻഡസ്ട്രിയൽ ഫേംസ്. So under this act, the board for industrial and financial reconstruction assessed the viability of the industrial company and referred an unviable company to the high court for liquidation. അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു കമ്പനി ഇപ്പൊ സിക്ക് ഇൻഡസ്ട്രി ആണ് അല്ലെ, ഭയങ്കര ദുർബലമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, വീക്ക് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് അസസ് ചെയ്തിട്ട് അതിന്റെ വയബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അൺവയബിൾ ആണെന്ന് നമുക്ക് തോന്നി കഴിയുകയാണെങ്കിൽ നമ്മൾ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ടിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റീജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് നമ്മൾ എടുക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് റിക്കവറി ഓഫ് ഡെപ്റ്റ് ആണ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1993. So this law provides for establishment of special debt recovery tribunal to enforce debt recovery by these institutions only. So ഈ ഒരു ലോ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ദി ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ആണ്, ദി അപ്പലേറ്റ് ഫോറം. നെക്സ്റ്റ് വന്ന് സർഫേസി 2002 ആണ്, the securitization and reconstruction of financial assets and enforcement of security interest act 2002. സർഫേസി ആക്ട് 2002 മെയിൻ ആയിട്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് ഇത് പ്രൊമോട്ട്, അവർക്ക് മെയിൻ ആയിട്ട് ടു ടേക്ക് ദി പൊസഷൻ ഓഫ് ദി കൊളാട്രൽ വിത്തൗട്ട് റിക്വയറിംഗ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് ദി കോർട്ട് ഓർ ട്രിബ്യൂണൽ. അപ്പോൾ കോർട്ടിന്റെയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെയോ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു കൊളാട്രലിന്റെ പൊസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് മീൻസ് ക്രെഡിറ്റേഴ്സ് ഹു അസോസിയേറ്റഡ് വിത്ത് ആൻ ഇഷ്യൂവൻസ് ഓഫ് ക്രെഡിറ്റ് പ്രൊഡക്റ്റ് ദാറ്റ് ഇസ് ബാക്ക്ഡ് ബൈ ദി കൊളാട്രൽ. നമ്മളൊരു കൊളാട്രൽ സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുമല്ലോ, ഇപ്പൊ നമ്മുടെ ബാങ്ക് ലാൻഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് കൊളാട്രൽ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ലോൺ ഒക്കെ എടുക്കുള്ളൂ. അതാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണത്. അപ്പം അസറ്റ്സ് പ്ലെഡ്ജഡ് ആസ് സെക്യൂരിറ്റി ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ദി ലോൺ, അതാണ് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. അപ്പൊ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആവുന്ന സമയത്ത് എന്താണ്, okay, they can take the possession of this collateral without requiring the involvement of the court or tribunal. അതാണ് ഈ ഒരു സർഫേസി ആക്ട് 2002 പറയുന്നത്. So this law provides for actions by secured creditors to take the precedence over a reference by the debtor to BIFR. Then the DRT is the forum for appeals against such recovery. Then അതിൽ എന്തെങ്കിലും അപ്പീലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ we can consult DRT, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് പറയാനുള്ളത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വേരിയസ് ലെജിസ്ലേഷൻസ് ഡീലിംഗ് വിത്ത് കോർപ്പറേറ്റ് ഇൻസോൾവൻസി ആൻഡ് റീസ്ട്രക്ചറിംഗ് അല്ലെ. വേരിയസ് ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറയുന്നത് സിക്ക അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് ആണ്. അപ്പോൾ സിക്ക് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെ. നമുക്കറിയാം സിക്ക് ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ അവിടെ 100% അവരുടെ നെറ്റ് വർത്തും എറോഡഡ് ആയിരിക്കും അല്ലെ, അവര് ഡിസ്ട്രസിലായിരിക്കും. അപ്പൊ അത്തരം യൂണിറ്റ്സിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ BIFRലേക്ക് റെഫർ ചെയ്യും. BIFR എന്ന് പറഞ്ഞാൽ ആരാണ്, ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ആണ്. അപ്പം BIFR ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ആ ഒരു ഇൻഡസ്ട്രീന്റെ ഒരു വയബിലിറ്റി, അതായത് അവർക്ക് ഇനി ബിസിനസ് ചെയ്യൽ പോസിബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ഒന്നെങ്കിൽ അവര് റീഹാബിലിറ്റേഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവരെ വൈൻഡ് അപ്പ് അല്ലെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് ഫേമിന് നമ്മൾ ഹൈക്കോർട്ടിലേക്ക് സജസ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഈ ലെജിസ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇഷ്യൂ പറയുന്നത് ഡിലേ ആണ്. ഡിലേ എന്ന് പറയുമ്പോൾ പ്രൊവിഷൻ 5 to 7 ആണ്. സിക്ക് ആക്ടിന്റെ പ്രൊവിഷൻ 5 to 7 provisions 5 to 7 years are required for reviving a company. Okay, ഒരു 5 to 7 years നിർബന്ധമായിട്ടും വേണം. Out of which around 3 to 4 years are required just to decide whether a particular company needs rehabilitation or liquidation. ആ ടൈം പീരീഡ് ആണ്. ഈ പീരീഡ് നിശ്ചയിക്കുന്നത്. അപ്പം delays further contributed to other issues such as debtors using the deed to defer payments to creditors because of the moratorium that is placed upon the creditor enforcement, corporate assets being siphoned off during the long drawn process, അതിനെ managers coercing creditors into extending further finance or giving concessions in existing debts.
or it has been observed that SICA is capable of achieving a swift liquidation only where creditors rejected possibility of revival. Next, second issue ആയിട്ട് പറയുന്നത് improper identification of the companies that can be restructured. അല്ലെ, റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്യാണ്. അതെങ്ങനത്തെയാണ്? ഇംപ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ സിക്കിന്റെ കേസിലൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു കമ്പനിയെ നമ്മൾ ഒന്നുകിൽ ലിക്വിഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള നടപടികളൊക്കെ നമ്മൾ എടുക്കും. അപ്പൊ അതൊക്കെ എടുക്കുന്ന എന്തിന്റെ ബേസിലാണ്? അതിന്റെ വയബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അല്ലെ. കാരണം ഇനിയൊരു ഫ്യൂച്ചറിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അവിടെ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഐഡന്റിഫിക്കേഷൻ എന്താവാം? ഇംപ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ആയിക്കൂടെ ആവാം. അപ്പൊ അതും ഒരു ഇഷ്യൂ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ BIFRലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന നോക്കുന്ന അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു ലെസ് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് മാറും. then SICA does not assist the creditor. അല്ലെ, ക്രെഡിറ്ററിനെ ഒരിക്കലും ഇത് അസിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സർഫേസ് എന്തായിരുന്നു? Securitization and reconstruction of the financial assets and enforcement of Securities Interest Act. അപ്പൊ മെയിൻ ആയിട്ട് സർഫേസിൽ പറയുന്നത് the act provide mechanism to the secured creditors to take the possession of the property of the debtor without intervention by the court. അതായത് കോർട്ടിന്റെ ഒരു ഇന്റർവെൻഷനും ഇല്ലാതെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ആ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള ഒരു ആക്ട് ആണ് ആക്ച്വലി സർഫേസി ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെതിരെ ഒരുപാട് അപ്പീൽസ് ഉണ്ട് അല്ലെ, സച്ച് പൊസിഷനെതിരെ ഒരുപാട് അപ്പീൽസ് ഉണ്ട്. അത് നമ്മൾ DRTയുടെ അടുത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. ദെൻ RDD BFI, അതായത് റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട്. 1993 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദി ഈസിംഗ് റിക്കവറി ഫോർ ദി ബാങ്ക്സ് ആൻഡ് other financial institution, both secured and unsecured creditors. So the act additionally provided for the establishment of DRTs and DRATs. അപ്പൊ DRT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. DRAT എന്ന് വെച്ചാൽ ഡെപ്റ്റ് റിക്കവറി തന്നെയാണ്, പക്ഷെ അത് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ് 2016 വന്നിട്ടുള്ളത്. അപ്പൊ IBC എന്ന് പറഞ്ഞാല് അതൊരു ഇന്ത്യൻ ലോ ആണ്. ഓക്കെ, വിച്ച് ക്രിയേറ്റ്സ് എ കൺസോളിഡേറ്റഡ് framework that governs the insolvency and bankruptcy proceeds for companies, പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പൊ നമ്മളുടെ ഇന്ത്യയിലുള്ള ഇൻഡിവിജ്വൽസിന്റേതായാലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേംസിന്റെ അല്ലെങ്കിൽ ബിസിനസ് കമ്പനീസ്, കോർപ്പറേറ്റ്സ്, ഇവരുടെ എല്ലാവരുടെയും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊസീഡിങ്സും ഗവേൺ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക്, ഒരു കൺസോളിഡേറ്റഡ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് an effective insolvency regime is critical component of ease of doing business in India. ഒരു ഇന്ത്യയിൽ ഒരു ബിസിനസ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസോൾവൻസി റെജിമെ വേണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ഒരുപാട് ആളുകൾ എന്തായിരിക്കും ഇൻസോൾവെന്റ് ആയിരിക്കും. ഇപ്പൊ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയാലും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ചില ആളുകളൊക്കെ ഇൻസോൾവെന്റ് ആവാം, ബാങ്ക്രപ്റ്റ് ആവാം അല്ലെ. ചില ബിസിനസ് ഒക്കെ നമ്മള് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭൂമിയിൽ തന്നെ പോയിക്കോണമെന്നില്ല, അതും എന്താവാം, ഡിക്ലൈൻ ആവാം അല്ലെ. എന്നിട്ട് ഔട്ട് ഓഫ് ഫാഷൻ അങ്ങനെ ഒരുപാട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരുപാട് എന്താ പറയാ ചേഞ്ചസ്, ആൾട്രേഷൻസ് കൊണ്ടൊക്കെ ഒരുപാട് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഒക്കെ മാറും. അതിനനുസരിച്ച് ഓരോ കമ്പനീസിന്റെ മാർക്കറ്റിലും ഇടിവ് വരാം. അപ്പൊ അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയും, അങ്ങനെ അവർ ഇൻസോൾവെന്റ് ആവാം, അവർ ബാങ്ക്രപ്റ്റ് ആവാം. അപ്പൊ ഇവരൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IBC 2016 വന്നിട്ടുള്ളത്. Okay, so this code is considered as the biggest economic reform next only to GST. ഒരു biggest economic reform തന്നെയാണ്. So the insolvency regime is expected not only to facilitate an easy revival and rehabilitation process for companies in financial trouble, but also to very effective in safeguarding the interest of the stakeholders such as creditors, the shareholders, government. അപ്പൊ ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ IBCന്റെ അണ്ടറിൽ വരുന്ന ഒരു ഫാക്ടർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് IBC 2016 ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? clear, coherent and speedy process for early identification of the financial distress and resolution of companies and limited liability entities if the underlying business is found to be viable. Okay,
സെക്കൻഡ് വൺ പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്ട് പ്രോസസ് ആണ് റെസൊല്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ. ഫസ്റ്റ് ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡെപ്റ്റർ ആണ്, ഓൾറെഡി നമ്മൾ ബാങ്ക്രപ്റ്റ് ആണ്, ഇൻസോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊസീഡിങ്സ് ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ട് പുതുതായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ നമ്മൾ ഇനി വഴി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൊവിഷൻ ആണ് ഇൻസോൾവെൻസി റെസൊല്യൂഷൻ അല്ലെ, അതൊന്ന് പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇൻസോൾവെൻസി റെസൊല്യൂഷൻ. ഇതാണ് മെയിൻ ആയിട്ട് റെസൊല്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ IBCയുടെ നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് വരുന്നതാണ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലും അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും. അപ്പൊ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ്സ് ഓർ കമ്പനീസിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു എന്താ പറയാ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആയിട്ട് നമുക്ക് പറയാം. രണ്ടും ഓരോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസ് ആണ്. ഓക്കെ. Then establishment of an insolvency and bankruptcy board of India to exercise regulatory oversight over insolvency professionals, insolvency professional agencies and information utilities. Okay, അപ്പൊ ഈ ഒരു നാലെണ്ണം നമ്മൾ പറയുന്നത് ഇനി 4 pillars of IBC 2016 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാനുണ്ട്. അന്നേരം ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പറയുന്നത് insolvency professionals would handle the commercial aspects of insolvency resolution process. Insolvency professional agencies will develop professional standards, code of ethics, and regulator for insolvency professionals, leading to development of a competitive industry for such professionals. Next പറയാനുള്ളത് information utilities would collect, collate, authenticate and disseminate financial information to be used in insolvency, liquidation and bankruptcy proceedings. അപ്പം ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്യും. അതായത് എല്ലാ ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും പിന്നെ അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന്റെയും ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡാറ്റാബേസ്, നമ്മളതൊരു ഇൻഫർമേഷൻ സ്റ്റോറേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി. അതും ഒരു വൺ ഓഫ് ദി പില്ലർ ഓഫ് IBC 2016 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. Then enabling provisions to deal with the cross-border insolvency. ക്രോസ് ബോർഡറിലും ഇൻസോൾവൻസി ഉണ്ടായിക്കൂടെ? നെക്സ്റ്റ് പറയുന്നത് 4 പില്ലേഴ്സ് ആണ് IBC 2016. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഏജൻസീസ് അല്ലെ. ഇത്തരം ഇൻസോൾവൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഫഷണൽസും ഏജൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് പില്ലർ പറയുന്നത്. സെക്കൻഡ് പില്ലർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ആണ്. തേർഡ് വൺ അഡ്ജൂഡിക്കേഷൻ അല്ലെ, വിധി നിർണയമാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ് ഈ ഒരു ഇൻസോൾവെന്റി കേസിൽ. നെക്സ്റ്റ് ലാസ്റ്റ് ഫോർത്ത് പില്ലർ ആയിട്ട് പറയുന്നത് IBBI, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അവരെ പറ്റിയാണ് നമ്മൾ ഫോർത്ത് പില്ലർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് there exist 4 pillars of institutional infrastructure created by the IBC 2016. ഫസ്റ്റ് വൺ എന്താണ്? ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ആണ്. അപ്പോ ഇതൊരു ക്ലാസ് ഓഫ് റെഗുലേറ്റഡ് പേഴ്സൺസ് ആണ്. ഓക്കെ, അതായത് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. അവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദി ബാങ്ക്രപ്സി പ്രോസസ് ആൻഡ് ആർ റെഗുലേറ്റഡ് ബൈ ദി ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. അവരാണ് അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ ബാങ്ക്രപ്സി പ്രോസസ്സും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഹയർ അതോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ IP അഥവാ ഇൻസോൾവൻസി പ്രൊഫഷണൽ പ്ലേസ് എ വെരി സെൻട്രൽ role in the effective and efficient implementation of an insolvency law, so with certain powers over debtors and their assets and a duty to protect those assets and their value as well as the interest of creditors and employees, and to ensure that the law is applied effectively and impartially. So an IP may hold any of the following roles under the code. അപ്പൊ IPന്റെ റോൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ ആക്ട് ചെയ്യേണ്ടത് ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ടായിരിക്കാം അല്ലെ, ഒരുപാട് ഇൻസോൾവൻസി ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാങ്ക്രപ്സി ട്രസ്റ്റി, ഒരു ഇൻഡിവിജ്വലിന്റെ ബാങ്ക്രപ്സി പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാങ്ക്രപ്സി ട്രസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിക്വിഡേറ്റർ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിക്ക് ഇൻഡസ്ട്രി നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാണ്, ക്ലോസ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിക്വിഡേറ്റർ വേണമല്ലോ. അപ്പോ who can be insolvency professional? ആരായിരിക്കാം? അപ്പൊ നമ്മുടെ ഒരു റെഗുലേഷൻ 5 ഓഫ് ദി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, regulation 2016 provide following qualifications and experience to become an insolvency professional. Okay, subject to the other provisions of these regulations, an individual shall be eligible for registration എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ
എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടായിരിക്കണം. ലിമിറ്റഡ് ഇൻസോൾവൻസി എക്സാമിനേഷനിൽ പാസ്സായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 15 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിന്റെ ഒരു മാനേജ്മെന്റിൽ. ദെൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ദെൻ ലിമിറ്റഡ് ഇൻസോൾവൻസി എക്സാമിനേഷൻ പാസ് ചെയ്യുന്നതോട് കൂടി തന്നെ ഒരു 10 year ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു ആസ് എ CA ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നമ്മൾ ICAയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു CA കാരനായിരിക്കുക, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി CSC ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് CMA ഒക്കെ പഠിച്ചിട്ട് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. അപ്പൊ ഇത്തരം 4 ഏരിയാസിൽ അയാൾക്ക് ഒരു 10 years ഓഫ് എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസോൾവൻസി പ്രൊഫഷണൽസും അവരുടെ ഏജൻസീസ്, പ്രൊഫഷണൽസ് ആൻഡ് ഏജൻസീസ് ഒക്കെയാണ്. അപ്പൊ അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് ഗവേൺ ചെയ്ത് കൊണ്ടുപോകാൻ, മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ആയിട്ട് പറയുന്നതാണ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഇവരുടെ ഫുൾ ക്രെഡിറ്റേഴ്സിന്റെ, അവരുടെ ഡെപ്റ്റ്സ്, അവരുടെ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത്, സെക്യൂരിറ്റി ക്രെഡിറ്റേഴ്സ്, അപ്പൊ എല്ലാവരുടെയും ഫുൾ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹൗസ് ആണ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ന്യൂ ഇൻഡസ്ട്രി ഓഫ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ആണ്. അപ്പം അത് സെർവ്സ് ആസ് എ പ്രൊവൈഡേഴ്സ് which are required to store facts about lenders and terms of lending in electronic database. ഇപ്പൊ നമ്മളിപ്പോ എന്തൊരു ലെൻഡിങ് പ്രോസസ് ആണെന്നുണ്ടെങ്കിലും ഡെപ്റ്റിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിക് ഡാറ്റാബേസിൽ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താ നമുക്ക് ഡിലേസും ഡിസ്പ്യൂട്ട്സ് ഒക്കെ മാക്സിമം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു എവിഡൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അത് റെഫർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇതിനായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിലാണ്, ചാപ്റ്റർ 5-ലാണ് അത് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. Then an information utility is contemplated as a registered service provider. It shall be obligated to create and store financial information in a universally accessible format, accept electronic submissions of financial information from persons who are under obligations to submit financial information under the code, then accept in specified form and manner electronic submissions of financial information from persons who intend to submit such information. Okay, then meet such minimum service quality standards as may be specified by the regulations. Then get the information received from various persons authenticated by the parties. Okay, before storing information, then access to the financial information stored by it to any person who intends to access information in such manner as may be specified by the regulation. Then publish such statistical information as may be specified by the regulations. ഇവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഹാവ് ആൻ ഇന്റർഓപ്പറബിലിറ്റി വിത്ത് അതർ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. So any person who intends to submit financial information to the information utility or access the information from the information utility shall pay such fee and submit information in such form and manner as may be specified by the regulations. Then what is adjudication? The third pillar of IBC 2016 is adjudication. So adjudication എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് adjudication അതോറിറ്റീസ് ചേർന്നതാണ് അല്ലെ. നമ്മുടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അഥവാ NCLT ആണ് ഫോറം വേർ insolvency of corporate persons will be heard and DRT is the forum where individual insolvency will be heard. അപ്പം ഇൻഡിവിജ്വൽസിന്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിന്റെയും എല്ലാ ഇഷ്യൂസും ഹിയർ ചെയ്യുന്നത് ഒരേ അതോറിറ്റീസ് അല്ല അല്ലെ. ഈ ഒരു പിക്ചറിന് നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഇൻഡിവിജ്വൽ ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത് DRT ആണ്. DRT എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, അതുപോലെ തന്നെ ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലും ഇൻഡിവിജ്വൽ ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസിന്റെ കൺസേൺസ് ഒക്കെ ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കമ്പനീസ് ആൻഡ് LLP അല്ലെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്സ് ഒക്കെ ആണെങ്കിലോ അവരത് NCLT ആണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും. അതുപോലെ തന്നെ NCL8 മീൻസ് അപ്പലേറ്റ് ആണ്. ദെൻ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും ആണ്. ദെൻ ഇവർക്കൊന്നും ആ ഒരു പ്രശ്നം
I mean, ഒരു solution കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ they can refer to the Supreme Court, the higher authority regarding the insolvency and bankruptcy. So these institutions, along with their appellate bodies, NCLAT and DRAT, will be adequately strengthened so as to achieve world-class functioning of the bankruptcy process. അപ്പോൾ ഈ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക, കാരണം നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ഷീറ്റ്. അതിൽ പറയുന്നത് കുറച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, അഡ്ജുഡിക്കേറ്റർ ആൻഡ് ബാങ്ക്രപ്സി. അതിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. അപ്പൊ കോർപ്പറേറ്റിന്റെ കാര്യങ്ങളൊക്കെ അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT. നെക്സ്റ്റ് നോക്കാനുള്ളത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ NCLT will have territorial jurisdiction over the place where the registered office of the corporate person is located. The NCLT before which a corporate insolvency resolution process or liquidation proceeding of a corporate debtor is pending will also have jurisdiction in the manner of the insolvency resolution or bankruptcy of a personal guarantor of such corporate debtor. അപ്പൊ എല്ലാവർക്കും എന്തുണ്ടായിരിക്കും, ഒരു jurisdiction, ഒരു അധികാര പരിധി ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻസോൾവൻസി അല്ലെങ്കിൽ ഒരു ബാങ്ക്രപ്സി പ്രോസസ് ഓഫ് personal guarantor of the corporate debtor pending in any court or tribunal shall stand transferred to such corporate. NCLT is vested with all the powers of the party and shall have jurisdiction to entertain or dispose or corporate person. ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റർ ഓർ കോർപ്പറേറ്റ് പേഴ്സൺ ഇവരുടെ എല്ലാ ഇനി ആപ്ലിക്കേഷൻ ഓർ പ്രൊസീഡിങ്സ് അവരുടെ ഡിസ്പോസ് ചെയ്യുന്ന ആരാണ്? NCLT ആണ്. അപ്പൊ ഈ made by against the corporate debtor or corporate person. Okay. Question of priorities or any question of law or facts arising out of or in relation to the insolvency resolution or liquidation proceedings of the corporate persons. Okay, അതൊക്കെ അതിനുള്ളിൽ വരുന്ന ഏരിയാസ് തന്നെയാണ്. Then civil court not to have ഇത്തരത്തിലുള്ള NCLTന്റെ ഏരിയാസിലേക്ക് appellate national company law appellate tribunal has jurisdiction under no tribunal means okay in respect of any action taken or to be taken in pursuance of any power conferred on the appellate tribunal under the court. Next, adjudicator for resolution and bankruptcy of individual and parties. Debt recovery corporation individuals adjudicating authority in relation to insolvency matters of firms shall be having restriction of the place for the individual debtor actually and voluntarily resides or carries on business or works for gain and can entertain application regarding such person. The debtor recovery tribunal shall have jurisdiction to entertain or dispose of any suit or proceeding by against the individual debtor. Individual debtor എതിരെയുള്ള എല്ലാ suits എല്ലാ cases or individual any made by or against the individual debtor, any question of priority or any other question whether the law fact out of or in following and bankruptcy of individual debtor or under the court. So repeat from an order of the code shall be based on the debt recovery appellate.
clarity on a question of law under this court shall be filed within 45 days before the Supreme Court. Okay, next ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. IBBI ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ അതിന്റെ കമ്പോണൻസ് ആണ്. ഫസ്റ്റ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ട്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ട്, ദെൻ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഫോർത്ത് പില്ലർ ആയിട്ട് പറയുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. സോ ദ ഫോർത്ത് പില്ലർ ഓഫ് institution infrastructure is the regulator, the IBI. It is head office in the national capital region and office at other places in India. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ തന്നെയാണ് ഇതിന്റെ ഓഫീസ് വരുന്നത്. അതുപോലെ ഇതിന്റെ മെയിൻ ഓഫീസ് ഹെഡ് ഓഫീസ് വരുന്നത്. ബാക്കിയുള്ള ഓഫീസുകളും ഇന്ത്യയുടെ മറ്റ് പല ഭാഗത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനാണ് മെയിൻ റോള് എന്തിന് ടു ഡെസിഗ്നേറ്റ് a financial sector regulator to perform function. So until a financial sector regulator is designated under Section 195, as it may be, the powers and functions of the board of such designated financial sector regulator shall be exercised. ഈ ഒരു 4 പില്ലേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിനി നമ്മൾ ഈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ അല്ലെങ്കിൽ റെസൊല്യൂഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മെമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ, ദെൻ ഒരു 3 എക്സ് ഒഫീഷ്യോ അല്ലെ ഫ്രം ദി ഓഫീസേഴ്സ് തന്നെയാണ് അവരുണ്ടായിരിക്കുക. സെൻട്രൽ ഗവൺമെന്റോ അല്ലെ ഒരു ജോയിന്റ് സെക്രട്ടറി ഓർ ഈക്വലന്റ് അല്ലെങ്കിൽ അതിന്റെ താഴെ റാങ്ക് അതിന്റെ മുകളിലേക്ക് റാങ്ക് ഉള്ളവരായിരിക്കും. 3 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വേണം. പിന്നെ 1 എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്, അദ്ദേഹത്തിന് RBI നോമിനേറ്റ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കണം. 5 അതർ മെമ്പേഴ്സ് വേണം നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അതിൽ 3 ഹോൾ ടൈം മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം. ദെൻ അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് ടെന്യൂർ മീൻസ് കാലാവധി എന്നൊക്കെ പറയില്ലേ. ടെന്യൂർ ഓഫ് ദി ഓഫീസ് ബിയറേഴ്സ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 189(4) ഓഫ് ദി IBC 2016. Then objectives of the board. Okay, ഒരു ഏജിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് all the members shall be for a period of 5 years. അതായത് ex officio members അല്ലാത്ത എല്ലാ മെമ്പേഴ്സിനും for a period of 5 years or until they attain the age of 65, whichever is earlier. Okay, അതുപോലെ തന്നെ they are eligible for reappointment as well. Then what are the objectives of the board? മെയിൻ ആയിട്ട് ബോർഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു യൂട്ടിലൈസ് ഓൾ ദി ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് സോ ആസ് ടു അച്ചീവ് എ വെൽ ഫങ്ഷനിങ് ബാങ്ക്രപ്സി പ്രോസസ് ഇൻ ഇന്ത്യ. So this will include the features of high recovery rates in NPV sense, അതുപോലെ തന്നെ low delay from start to end, then sound coverage of the widest possible class of claims, for example bank loans, അതുപോലെ തന്നെ corporate bonds, etc. Then a perception in the minds of persons in the economy that India has swift and competent bankruptcy process. Okay, next deal ചെയ്യാനുള്ളത് corporate insolvency resolutionന്റെ ഒരു പ്രോസസ് ആണ്. 9.6 corporate insolvency resolution process എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ട്രിഗർ പോയിന്റ് ഫോർ ഇനീഷ്യേഷൻ അല്ലെ. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന്റെ തുടക്കമായിട്ട്. ഫസ്റ്റ് എ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് മേ ബി ഇനീഷ്യേറ്റഡ് in respect of a corporate debtor that has committed a default അല്ലെ. ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെപ്റ്റ് പേയ്മെന്റിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് അല്ലെ. ഡിഫോൾട്ട് മീൻസ് എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണ്. അതായത് ഇപ്പൊ അയാൾ ഒരുപാട് ക്യാഷ് അടയ്ക്കാനുണ്ടാവുന്നു, അടയ്ക്കാതിരിക്കുക,
അങ്ങനെ കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫോൾട്ടുകൾ കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യേഷനിൽ നമുക്കൊരു ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് പറയുന്നത്. സോ അതായത് ഒക്യൂറൻസ് ഓഫ് ഡിഫോൾട്ട് ആണ് ട്രിഗർ പോയിന്റ് ഫോർ ഇനീഷ്യേഷൻ അണ്ടർ ദി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്. So default would have occurred when the debtor fails to pay whole or any part or installment of the amount of debt that has become due and late. Due ആയി അതുപോലെ തന്നെ പേയബിൾ ആയിട്ടും എമൗണ്ട് പേ ചെയ്യാതെ ഡെപ്റ്റർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ട്രിഗർ പോയിന്റ് ആയിട്ട് പറയുന്നത്. Then the debt has been defined under the code as a liability or obligation in respect of a claim which is due from any person and includes a financial debt and operational debts. While a financial creditor is required to present a record of default before NCLT for initiation of corporate insolvency resolution process, an operational creditor or must issue a statute notice to corporate debtor in the manner provided in the code. Then claim, financial debt, അതുപോലെ തന്നെ operational debt. ഓക്കെ, ഇതൊക്കെ നമ്മൾ കോഡിൽ ഈ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റൈറ്റ് ആണ് അല്ലെ, റൈറ്റ് ടു പേയ്മെന്റ് വെദർ ഓർ നോട്ട് സച്ച് റൈറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ജഡ്ജ്മെന്റ്, ഫിക്സ്ഡ്, ഡിസ്പ്യൂട്ടഡ്, അൺഡിസ്പ്യൂട്ടഡ്, ലീഗൽ, ഇക്വിറ്റബിൾ, സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. Then B പറഞ്ഞത് നമ്മുടെ റൈറ്റ് ടു റെമഡി ഫോർ ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. ഓക്കെ, അണ്ടർ എനി ലോ ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. Then who can initiate the process? ആർക്കാണ് ഈ ഒരു പ്രോസസ്, ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ദെൻ ഓപ്പറേഷണൽ ക്രെഡിറ്റർ, ദെൻ കോർപ്പറേറ്റ് ഡെപ്റ്റർ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കമന്റ്സ് ചെയ്യുക ഫിനാൻഷ്യൽ ക്രെഡിറ്റർ തന്നെയാണ്, കാരണം മെയിൻ ആയിട്ട് ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണല്ലോ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ അല്ലെ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ അയക്കുകയാണ് പിന്നീട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ട്രിഗർ പോയിന്റ് ഫോർ ഇനീഷ്യേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞ ആപ്ലിക്കേഷൻ ബൈ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്. ഫിനാൻഷ്യൽ ക്രെഡിറ്റർ മേ ഇനീഷ്യേറ്റ് ദി പ്രോസസ് എയ്തർ ബൈ ഇറ്റ്സെൽഫ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്റ്റർ പൈസ കൊടുക്കാനുള്ള ആളാണ് ക്രെഡിറ്റർ അല്ലെ. ദ പേഴ്സൺ ഹൂം the debtor has to give the money is called a creditor. So process either by itself or jointly with other financial creditors by filing an application before the NCLT. കോർപ്പറേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ NCLTയുടെ മുന്നിലാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫയൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ DRT ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുന്നിലാണ് നമ്മൾ ആ ഒരു ലോ സ്യൂട്ട് ആ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആ ഒരു ക്രെഡിറ്റർ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ അയാൾക്ക് കൊടുക്കാം. സേ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം എ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഈസ് ഓഡ് ആൻഡ് includes a person to whom such debt has been legally assigned or transferred to. The next process, next element ആയിട്ട് പറയുന്നത് ascertaining the existence of debt default by NCLT. അല്ലെ, നമ്മൾ എത്ര ഡെപ്റ്റ് ആണ് ഡിഫോൾട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, അസർട്ടൈൻ ചെയ്യാണ്. അപ്പൊ വിത്തിൻ ദി 14 days of receipts of application by NCLT, it must ascertain the existence of a default from the records of an information utility or on the basis of other evidence furnished by the financial creditor. So if the NCLT is satisfied that a default has occurred or the application made by financial creditor is complete or there is no disciplinary proceedings pending against the proposed resolution professional, it may be by order admit such application. So under SICA, SICA means Sikh Industrial Companies Act, admission of reference made to BIFR, Board for Industrial and Financial Reconstruction, was by way of an administrative act of registration of reference by the registry of BIFR. So now an order must be passed by NCLT. It appears that the corporate debtor need not be heard by NCLT while ascertaining the existence of the default. Then the date of commencement. എപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? Date of commencement പറയുന്നത് the corporate insolvency resolution process shall commence from the date of admission of the application of the financial creditor by the NCLT. Okay. Then the order of admission of such application shall be communicated by the NCLT to the applicant and corporate debtor and of rejection to the financial creditor within the 7 days.
നെക്സ്റ്റ് പറയാനുള്ളത് ഡിക്ലറേഷൻ ഓഫ് മൊറട്ടോറിയം ആൻഡ് പബ്ലിക് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊറട്ടോറിയം മീൻസ് ഓക്കെ, ഡെപ്റ്റ് റീപേയ്മെന്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് നമ്മൾ നീട്ടിക്കൊടുക്കില്ല, അതിനെയാണ് നമ്മൾ മൊറട്ടോറിയം എന്ന് പറയുക. അല്ലെങ്കിൽ അതിന് ഒരു മീനിങ് കൂടെ ഉണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ടെമ്പററി ആയിട്ട് നമ്മൾ ബാൻ ചെയ്ത് വെക്കുമല്ലോ, അതിനെ നമ്മൾ മൊറട്ടോറിയം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെപ്റ്റേഴ്സിന് ആ ഒരു ഡെപ്റ്റ് പീരിയഡ്, റീപേയ്മെന്റ് പീരിയഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ഒരു മൊറട്ടോറിയത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ കാം പീരിയഡ് ഫോർ reorganization of the business without being disturbed by the litigation. Okay, അതാണ് മെയിൻ പർപ്പസ് ഓഫ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു മൊറട്ടോറിയം നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, then ഒരു പബ്ലിക് അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഡെപ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം വിത്ത് റിഗാർഡ് ടു ക്രെഡിറ്റേഴ്സ്, one of the fundamental principles of insolvency law is that insolvency proceedings are collective proceedings, okay, which require the interest of all the creditors to be protected against the individual action by one of them. So many insolvency laws include a mechanism to protect the value of the insolvency estate that not only prevents creditors from commencing actions to enforce their rights through legal remedies during some or all of the period of the liquidation or reorganization process, but also suspends actions already underway against the debtor. Such a mechanism is variously termed as moratorium, suspension, or stay, depending on the effect of the mechanism. So the code provides for moratorium from creditors against the corporate debtor. Okay, so where the NCLT passes an order of admission of an application for commencement of corporate resolution process, the NCLT shall, by an order, grant a moratorium. Section 14 പ്രകാരം ഒരു മൊറട്ടോറിയം നമ്മൾ ഗ്രാന്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണൽ, ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് സെക്ഷൻ 16 പ്രകാരമാണ് ചെയ്യുന്നത്. Then cause a public announcement of the initiation of corporate insolvency resolution process and call for submission of claims immediately after the appointment of the interim resolution professional. Next, മൊറട്ടോറിയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് the order to declare moratorium prohibit ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. Okay, the order to declare moratorium prohibit the institution of suits or continuation of pending suits or proceedings against the corporate debtor, including execution of any judgment, decree, or order in any court of law, tribunal, arbitration panel, or other authority. Then second point പറയുന്നത് transferring, encumbering, alienating, or disposing by the corporate debtor any of its assets or any legal rights or beneficial interest therein. Okay, then any action to foreclose, recover, or enforce any security interest created by the corporate debtor in respect of its property, including any action under the Securitization and Reconstruction of Financial Assets and Enforcement of Securities Interest Act, Surface Act 2002. Then the recovery of any property by an owner or lesser where such property is occupied by or in the possession of the corporate debtor. Next, exclusion from moratorium. Moratorium എപ്പോഴൊക്കെയാണ് exclude ചെയ്യപ്പെടുന്നത്? The order of moratorium should not affect the supply of essential goods or services of the corporate debtor. അതിനൊന്നും എന്തില്ല, നമ്മളെ അഫക്ട്, ഈ മൊറട്ടോറിയത്തിന്റെ ഈ ഒരു ഓർഡർ അവിടെ അഫക്ട് ചെയ്യുന്നില്ല അല്ലെ. വിച്ച് ഷാൾ നോട്ട് ബി ടെർമിനേറ്റഡ് ഓർ സസ്പെൻഡഡ് ഓർ interrupted during the moratorium period, and it is important to explore resolution of the corporate debtor as a going process. Then conduct of corporate resolution process by resolution professional. The resolution professional is responsible for the conduct of the entire corporate insolvency resolution process and manage the operations of the corporate debtor during the corporate insolvency resolution process period. For this purpose, the resolution professional has the same powers and must perform
same duties as vested or conferred on the interim resolution professional. Next ഒരു റെസല്യൂഷൻ പ്ലാനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. റെസല്യൂഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു റെസല്യൂഷൻ ആപ്ലിക്കന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു റെസല്യൂഷൻ ആപ്ലിക്കന്റ് മേ സബ്മിറ്റ് ദി റെസല്യൂഷൻ പ്ലാൻ ടു ദി റെസല്യൂഷൻ പ്രൊഫഷണൽ. ഒരു ക്രെഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റെസല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഹയർ അതോറിറ്റീസ്, ഒരു റെസല്യൂഷൻ പ്രൊഫഷണലിലേക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൺ ഓഫ് ദി പില്ലർ ഓഫ് IBCയിലെ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം തന്നെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. റെസല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്നത് എനി ഇൻസോൾവെന്റ് ഓഫ് ദി കോർപ്പറേറ്റ് with part 2 of the resolution application. A person a resolution to the resolution professional. Resolution resolution applicant. I have made it examine plan received by him. അദ്ദേഹം എക്സാമിൻ ചെയ്യേണ്ടത് ഓരോ റെസല്യൂഷൻ പ്ലാനും റെസല്യൂഷൻ പ്ലാൻ അദ്ദേഹം ഉള്ളിലെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം, ഡീറ്റെയിൽ ഒക്കെ വേണം. നെക്സ്റ്റ് വന്നത് അപ്രൂവൽ ഓഫ് റെസല്യൂഷൻ പ്ലാൻ ബൈ ദി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആ റെസല്യൂഷൻ പ്ലാന് അപ്രൂവ് ചെയ്യാം. ദെൻ NCLT ആണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്ലാനിനെ അപ്രൂവ് ചെയ്യാൻ പറ്റും. എ റെസല്യൂഷൻ പ്ലാൻ ആസ് എ for approval. If the NCLT is satisfied that the resolution plan approved by the committee of creditors meets the requirement of resolution plan above, so it shall by approved resolution plan, the resolution approved by the NCLT shall be employees, members, creditors, gatherers, and stakeholders involved in the resolution plan. Next, rejection of resolution plan. Like, for the NCLT satisfy satisfied that the resolution plan does not conform to the requirement. Like, sections of the resolution plan for national company law tribunal then they reject resolution plan. Convention of resolution plan. ഒരു പാർട്ടി ആ ഒരു റെസല്യൂഷൻ പ്ലാൻ വയലേറ്റ് ചെയ്യാണ്, വയലേറ്റ് ഉണ്ട്. കോർപ്പറേറ്റ് സ്ട്രക്ചർ അല്ലെ, ഓഫീസേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് the person on whom the approved resolution plan is binding under section 30 contracts any of terms of such resolution plan or abets such contravention, such corporate debtor, office or person shall be punishable with imprisonment of less than 1 year. So that may extend 5 years or with fine which shall not be less than 1 lakh but may extend to 1 crore rupees or with both. The time limit for completion of insurance resolution complete ചെയ്യാനായിട്ടുള്ള ടൈം ലിമിറ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് പറയുന്നത് corporate insolvency resolution process provided in chapter 2 must be completed within the period of 180 days ആണ്. Okay, from the date of admission. Okay, admission and the application to initiate such process. അതിന് effective date ചില കേസിൽ അത് 90 days ഒക്കെ നമുക്കൊരു NCLT പറയാന്ന് വെച്ചാൽ 90 days എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രോസസ് പറയുന്നത്. നെക്സ്റ്റ് വൺ, appeal before national company law appellate tribunal അല്ലെ. നമ്മുടെ ഇവിടെ അഗ്രീഡ് പാർട്ടി അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുന്നിൽ പോയിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് approved
the resolution plan is in contravention of the provisions of any law for the time being imposed, അതുപോലെ തന്നെ there has material irregularity in exercise of the powers by resolution professional during corporate insolvency resolution period, and the debts of two operational creditors of corporate debtor have not been provided for in the resolution plan in the manner specified by the board. The insolvency resolution process also have not been provided for repayment in priority to all other debts, or the resolution plan does not comply with any other criteria specified by the board. So ഒരു 30 within 30 days നമ്മൾ ഈ ഒരു എല്ലാ queries നമ്മൾ appeal ചെയ്യുക. അതുപോലെ തന്നെ NCL80 appellate tribunal may allow an appeal to be filed after the expiry of said period of 30 days if it is satisfied that there was sufficient cause for not filing the appeal. Such period shall not exceed 15 days. നെക്സ്റ്റ് നോക്കാനുള്ളത് അപ്പീൽ ബിഫോർ സുപ്രീം കോർട്ട് ഓഫ് ലോ. നമുക്ക് സുപ്രീം കോർട്ട് ഓഫ് ലോന് മുന്നിലും ഇതേപോലെ തന്നെ അപ്പീൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. Then fast track corporate insolvency resolution process ആണ്. അപ്പൊ ഇതിന്റെ ഒരു കോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു 90 ഡേയ്സ് ആണ്. ഇൻസോൾവൻസി കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിന്റെ ഒരു വിത്തിൻ 90 ഡേയ്സ് നമ്മൾ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. പീരീഡ് ഓഫ് 90 ഡേയ്സ് ചില കേസിൽ ഒരു 45 ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു കൺസെന്റ് കിട്ടിയാൽ മാത്രം. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ലിക്വിഡേഷൻ പ്രോസസ് ആണ് പറയുന്നത് അണ്ടർ IBC 2016. First one, commencement. The liquidation order under this code is passed only for the corporate insolvency resolution, and no resolution plan can be passed within time provided for a resolution plan passed is not. ഇപ്പൊ നമ്മൾ ഒരു ലിക്വിഡേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിക്ക് ഇൻഡസ്ട്രി യൂണിറ്റ് ആണ്, നമ്മളിപ്പോ അതിനെ റീജനറേറ്റ് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കും. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് നമ്മൾ കമൻസ്മെന്റ് ചെയ്യുക അല്ലെ. ലിക്വിഡേഷൻ ഓർഡറും കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഒരു ഓർഡർ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. An order of liquidation is to be passed by the NCLT in the following circumstances. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഓർഡർ ഓഫ് ലിക്വിഡേഷൻ പാസ് ചെയ്യുക ചോദിച്ചാൽ, ഫസ്റ്റ് if before the expiry of the insolvency resolution process period a resolution plan is not received for approval by the NCLT. Second situation പറയുന്നത് if it rejects the resolution plan for the non compliance of requirements specified. Requirements ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, committee of creditors decide to liquidate any type of process, then if the corporate violate resolution plan approved by the NCLT ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആകുന്ന any person whose interests are prejudicially affected by such contravention can file a liquidation application. Last എന്താ പറയുന്നത്, announcement ആണ്. Okay, where an order of liquidation is passed by the NCLT, a public announcement stating that the corporate debtor is in liquidation must be issued. The NCLT shall also require such order to be sent to the authority which the corporate debtor is registered. The protection of all interested persons is linked to publicity requirements designed to apprise potentially interested persons that liquidation order has been passed. Then individual insolvency ആണ് പറയുന്നത്. ഇൻസോൾവെന്റ് ആവാം, ബാങ്ക്രപ്റ്റ് ആവാം. കാരണം എന്താണ്, they may be also unable to pay debt. ആ ഒരു സിറ്റുവേഷൻ ആർക്കും വരാല്ല. അപ്പം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി 2016
നമ്മൾ പറഞ്ഞു ബാങ്ക്രപ്സി ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസ് ആണ് ഈ ഒരു ഏരിയയിൽ പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് അവിടെ രണ്ട് ഡിസ്റ്റിങ്ക്ട് പ്രോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള എക്സിസ്റ്റിംഗ് നിലനിൽക്കുന്ന ആ ഒരു ഇൻസോൾവൻസി അവിടെ റെസൊല്യൂഷൻ ചെയ്യാം. So the code applies in all cases where the minimum default amount is okay. എത്രയും വരാം. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിൽ ഒരു മെയിൻ ആയിട്ട് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ റീപേയ്മെന്റ് പ്ലാൻ ബൈ ദി ഡെപ്റ്റർ ഓക്കെ ഫോർ അപ്രൂവൽ ബൈ ദി ക്രെഡിറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് the creditor and the debtor are required to agree on a repayment plan for restructuring debts and affairs of the debtor under the supervision of an IP. Such a repayment plan acquires approval of 75% of the financial creditor. Okay. Then the code prescribes a for the insolvency resolution process. Next one, the fresh start process. ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു ഡെപ്റ്റർ ഉണ്ട്, ഓക്കെ, അയാൾക്ക് ഹീസ് അൺഎബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ ഹു ഫുൾഫിൽസ് ദി കണ്ടീഷൻസ് റിക്വയർഡ് ഗിവൺ ഇൻ ദി ആക്ട്, ഓക്കെ. അപ്പൊ he can an application for a fresh start process. ഇതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. It may be made a debtor or a resolution professional. Okay, then അതാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് ആപ്ലിക്കേഷൻ അണ്ടർ ആപ്ലിക്കന്റ് ഷുഡ് നോട്ട് ഓൺ ഡ്വെല്ലിംഗ് യൂണിറ്റ്, അല്ലെ, ഡ്വെല്ലിംഗ് യൂണിറ്റ് ഒന്നും ആവരുത് അവർ ഓൺ ചെയ്യുന്നത്. ആൻഡ് അവരുടെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞത് 60,000 rupees ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വാല്യൂ നോട്ട് എക്സീഡിങ് 20,000 ആയിരിക്കുക. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ക്വാളിഫയിങ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 35,000 കൂടാൻ പാടില്ല. അതുപോലെ തന്നെ applicant should not be an undischarged insolvent and there be no other previous fresh start process application submitted by him. Discharge order ആണ് പറയുന്നത്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാങ്ക് ട്രസ്റ്റി should adjudicate authority for a discharge order either on the expiry of 1 year from the bankruptcy commencement date or within 7 days of the approval of the committee of creditors of the completion of administration of the estates of the bankrupt. The discharge order releases the bankrupt from all the bankruptcy debts. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും however a discharge order will not be granted. Discharge order നമുക്ക് grant ചെയ്യാൻ പറ്റില്ല if the discharge affect the functions of the bankruptcy functions affect ചെയ്യുന്നതിൽ അത് നമ്മൾ ഒരിക്കലും implement ചെയ്യാൻ പറ്റില്ല. It affects the operation of the provisions of the chapter 4 and 5 of part 3. The bankrupt from any debt incurred by means of fraud or breach of trust to which he was a party. Then discharge the bankrupt from any excluded debt. Then disqualification കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതായത് election to any public office അല്ലെങ്കിൽ election as a member of local authority or appointment or acting as public servant. Order arrangement എന്ന് പറഞ്ഞ with other countries ആയിട്ടാണ് ഇത് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then central government may enter into an agreement with the government of any country outside India for enforcing the provisions of this code. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഗസറ്റ് വഴി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇവർ തമ്മിലൊരു ഡീലിങ്സിലൊക്കെ എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ടു എ കൺട്രി, നമ്മൾ ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കും. അതായത് if in the course of insolvency resolution process or liquidation or bankruptcy proceedings, as the case may be, the resolution professional, liquidator or bankruptcy trustee, as the case may be, is of the opinion that assets of the corporate debtor or debtor including a personal guarantor of a corporate debtor are situated in a country outside India with which reciprocal arrangements have been made under the section 234, he may make an application to the NCLT or DRT as the case may be. That evidence or action relating to such assets is required in connection with the such process or proceeding.
So on receipt of such an application, the NCLT may issue a letter of request to a court or an authority of such country competent to deal with such request. ഇതൊക്കെ അതാണ് ഒരു നമ്മളെപ്പോഴും ഒരു മറ്റൊരു കൺട്രിയുമായിട്ടാണ് ഒരു ക്രോസ് ബോർഡർ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് എന്താണ് അവിടെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് കുറച്ച് ലീഡിങ് കേസസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്തത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പറയുന്ന ഏരിയാസ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ കമ്പനീസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അതുപോലെ തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ആണ് ഉണ്ടാവുക. ഒരു ഇൻഡിവിജ്വൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് DRT ഓർ ഡ്രാട്ട് അല്ലെ, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഓർ ഡെപ്റ്റ് റിക്കവറിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC 2016 പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. മൊറട്ടോറിയം, secured creditors, then board for industrial and financial reconstruction, then collateral securities, അങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. then fresh start എന്താണ്, ലിക്വിഡേഷൻ എന്താണ്, പിന്നെ നമ്മളുടെ IBCന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, ഒരു 4 പില്ലേഴ്സ് നമ്മൾ പറഞ്ഞു. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഏജൻസീസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്, അഡ്ജുഡിക്കേഷൻസ്, അതുപോലെ തന്നെ IBBA ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇത്രയും കണ്ടന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. Hope you understand. Okay, so thank you.